2025 മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരെ ഒരു വ്യോമാക്രമണം നടത്തി. പൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പ്രതികരണമായിരുന്നു ഇന്ത്യയുടെ ഈ സൈനിക നീക്കം. എന്നാൽ ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല. ആധുനിക ഇലക്ട്രോണിക് യുദ്ധമുറകളിൽ ഇന്ത്യയുടെ അസാമാന്യ വൈദഗ്ധ്യം ലോകത്തിനു മുന്നിൽ പ്രകടമാക്കിയ ഒരു തന്ത്രപരമായ നീക്കവുമായിരുന്നു അത്. ഈ ദൗത്യത്തിന് പിന്നാലെ ഇന്ത്യൻ റഫാൽ വിമാനം വെടിവെച്ചു എന്ന് പാകിസ്ഥാൻ ആഹ്ലാദപൂർവ്വം ലോകത്തെ അറിയിച്ചു. ഈ വാർത്തയ്ക്ക് വലിയ പ്രചാരം ലഭിക്കുകയും പാകിസ്ഥാൻ സൈനികർക്കിടയിൽ ആവേശം നിറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഇന്ത്യയുടെ അതിസൂക്ഷ്മമായ ഒരു കെണിയായിരുന്നു. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ റഫാൽ വിമാനത്തെ വെടിവെച്ചിരുന്നില്ല. ഭാരതം അവരെ അതിവിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. ഈ വഞ്ചനയ്ക്ക് പിന്നിലെ രഹസ്യം എക്സ്-ഗാർഡ് എന്ന ഒരു ചെറിയ സാങ്കേതിക വിദ്യയായിരുന്നു. ശത്രു മിസൈലുകളിൽ നിന്നും റഡാറുകളിൽ നിന്നും വിമാനത്തെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത അതിനൂതനമായ ഒരു ഇലക്ട്രോണിക് വാർഫെയർ ഡീകോയ് സിസ്റ്റമാണിത്. ഒരു സ്മാർട്ട് ഡമ്മി പോലെ പ്രവർത്തിക്കുന്ന എക്സ്-ഗാർഡ് 30 കിലോഗ്രാം ഭാരമുള്ള ഫൈബർ ഓപ്റ്റിക് ടോഡ് ഡീകോയ് സംവിധാനമാണ്. 100 മീറ്റർ കേബിളിൽ വിമാനത്തിന് പിന്നാലെ പറക്കുന്ന 500 വാട്ട് ശക്തിയുള്ള ഈ ഉപകരണം വെറും 2 സെക്കൻഡിൽ വിന്യസിച്ച് വ്യാജ റഡാർ സിഗ്നലുകൾ പുറത്തുവിടും. ഇത് യഥാർത്ഥ റഫാലിനെ അനുകരിച്ച് ശത്രു മിസൈലുകളെ വഴിതിരിച്ചുവിടുന്നു. പാകിസ്ഥാന്റെ PL-15 ഈ മിസൈലുകളും KJ-7A റഡാറുകളും ഈ വ്യാജ ലക്ഷ്യങ്ങളെയാണ് പിന്തുടർന്നത്, യഥാർത്ഥ റഫാലിനെ ആയിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി AKA സിംഗും റഫാൽ വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷൻ CEO എറിക് ട്രാപ്പിയറും യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തി. നഷ്ടപ്പെട്ടത് റഫാൽ 1 മാത്രമാണ്. അത് ഉയരത്തിലുള്ള ആകാശപ്പറക്കലിനിടയിൽ സംഭവിച്ച സാങ്കേതിക തകരാറു കാരണമാണെന്നും അവർ വിശദീകരിച്ചു. പാകിസ്ഥാന്റെ പ്രചാരണങ്ങൾ റഫാലിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ഒരു വലിയ വ്യാജവാർത്താ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക ദൗത്യമായിരുന്നില്ല. ഭാരതം സമർത്ഥമായി നടപ്പിലാക്കിയ ഒരു തന്ത്രപരമായ മനഃശാസ്ത്ര യുദ്ധവും കൂടിയായിരുന്നു. ആധുനിക പോരാട്ടങ്ങളിൽ വെടിയുണ്ടകൾക്കപ്പുറം കബളിപ്പിക്കലിനും വിവര കൈകാര്യം ചെയ്യലിനും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു.